ആലപ്പുഴയിൽ പോപ്പിക്കുട ഉടമ ഡേവിസ് തയ്യൽ ഉൾപ്പെടെ ആലപ്പുഴയിൽ നടത്തിയ പുറമ്പോക്കും നീർച്ചാൽ കയ്യേറ്റവും ഉത്തരവുണ്ടായിട്ടും ഒഴിപ്പിക്കുന്നില്ല. ആലപ്പുഴ ജില്ലാ കോടതിക്ക് പടിഞ്ഞാറ് വശം പുറമ്പോക്ക് ഭൂമി കയ്യേറി നീർച്ചാൽ നികത്തിയ കോടീശ്വരന്മാരുടെ നീക്കം വിവാദമാകുന്നു. SM സിൽക്സ് ഉടമസ്ഥരായ സഹോദരങ്ങളാണ് ഏറ്റവും അധികം ഭൂമി കയ്യേറിയത്. ഇവിടെ ഒഴുകിയിരുന്ന ചെറിയ പുഴയും നീർച്ചാലും ഇവർ മണ്ണിട്ട് നികത്തി. 14 ദിവസത്തിനകം അനധികൃത കയ്യേറ്റം പൊളിച്ച് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടും ഇവർ കയ്യേറ്റം നീക്കം ചെയ്യുന്നില്ല. കയ്യേറിയ ഭൂമി സ്വന്തമെന്ന പേരിൽ കെട്ടിയെടുത്തിരിക്കുന്നു. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾ വെള്ളക്കെട്ടിലാണ്. ഒരു മഴ പെയ്താൽ പ്രദേശത്തെ ജനങ്ങൾ വെള്ളക്കെട്ടിൽ നരകിക്കുന്നു. നോട്ടീസ് കിട്ടി 2 മാസം കഴിഞ്ഞിട്ടും കയ്യേറ്റക്കാർ കയ്യേറിയ ഭൂമി വിട്ടു നൽകിയിട്ടില്ല. SM സിൽക്സ് ഉടമസ്ഥരായ 3 സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ഥലം കയ്യേറിയിരിക്കുന്നതും. ഒന്നാമതായി സന്തോഷ്, അതേപോലെ സുരേഷ്, പ്രിയ രാജേഷ് എന്നിവർ ഭൂമി കയ്യേറിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇവരിൽ സന്തോഷ് എന്നയാൾ സ്വന്തം വീടിന്റെ പുറകിലെ തോട് നികത്തി മരങ്ങളും വെച്ച് ഗോഡൌണും സെപ്റ്റിക് ടാങ്കും കെട്ടി. മുറ്റത്ത് ടൈൽസും ഇട്ടത് മൂലമുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അയൽവാസിയുടെ മതിൽ പൊട്ടിച്ച് വെള്ളമൊഴുക്കുക മാത്രമല്ല, മതിലിന്റെ മുകളിൽ അതിനു മീതെ അല്ലാതെ തന്നെ ഷീറ്റടിച്ച് മതിൽ മൊത്തം പൊട്ടിക്കുകയും ചെയ്തു. നാട്ടുകാരോട് ഗുണ്ടായിസമാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. രണ്ടാമത്തെ കയ്യേറ്റക്കാരൻ പോപ്പിക്കുട്ടയുടെ ഉടമസ്ഥനായ ഡേവിസ് തയ്യൽ അയാളുടെ മകനായ ഡെന്നിസ് തയ്യലുമാണ്. ഈ അച്ഛനും മകനും കൂടി നീർച്ചാൽ നികത്തിക്കൊണ്ട് 2 സ്ഥലങ്ങൾ ഒന്നാക്കിയെടുത്തു. 12-15 ലക്ഷം രൂപ വിലയുള്ള ഏകദേശം 9 മുതൽ 10 സെന്റ് മിച്ചഭൂമിയാണ് കയ്യേറ്റക്കാരെല്ലാവരും കൂടി നികത്തിയെടുത്തിരിക്കുന്നത്. ഈ കയ്യേറിയ ഭൂമി കാശു കൊടുത്താൽ ഒഴിഞ്ഞു പോകാം എന്നാണ് ഡേവിസ് തയ്യൽ പറയുന്നത്. ഈ കയ്യേറ്റം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാട്ടുകാർ ഇപ്പോൾ ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. 10 വർഷത്തിനു മേലായ ഈ കയ്യേറ്റം എന്തുകൊണ്ട് ഇതുവരെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഒഴിപ്പിച്ചില്ല എന്നതാണ് ജനത്തിന്റെ ചോദ്യം. പത്രങ്ങളിൽ നിരന്തരം ഈ വിഷയം വാർത്തയായി വന്നിട്ടും സ്ഥലം MLAയും ഇത് അറിഞ്ഞില്ല എന്നതും വിചിത്രമാണ്. പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഇവിടെ നിന്നും മഴക്കാലത്ത് വീട് പൂട്ടി സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പലരും പോയി താമസിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം വിശദമായി മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തിച്ചതാണ്. എന്നിട്ടും മുനിസിപ്പാലിറ്റിക്കും കയ്യേറ്റക്കാർക്കും ഒരു കുലുക്കവുമില്ല. താലൂക്ക് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും നീർച്ചാൽ നികത്തി എന്നുള്ള റിപ്പോർട്ടും മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഈ കയ്യേറ്റം എന്തുകൊണ്ട് ഒഴിപ്പിച്ചില്ല എന്ന് അന്വേഷിക്കേണ്ടതാണ്. റവന്യൂ ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും ഇതിനൊക്കെ കൂട്ടു നിന്നു എന്നുള്ളതാണ് സത്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.